ചങ്ങായിമാരെ നമ്മളെ തോക്ക് സ്വാമിയില്ലേ, പഴയ തോക്ക് സ്വാമി, ഇപ്പത്തെ ഭദ്രാനന്ദ സ്വാമി മൂപ്പറുണ്ടല്ലോ, സംഖ്യകളെ കണ്ടമ്പടി ഓടിച്ച് സംഖ്യക്ക് നല്ലോണം വയറ് നിറയെ കൊടുത്ത്. ഈ സ്വാമി ഉണ്ടല്ലോ, തോക്ക് സ്വാമി പണ്ടുണ്ടല്ലോ പക്കാ സംഖ്യയായിരുന്നു, ഒരു ഒന്നൊന്നര സംഖ്യക്ക് വേണ്ടി മാത്രമേ ഈ ചങ്ങായി സംസാരിക്കുള്ളായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഈ അടുത്ത കാലത്തായി മൂപ്പറുടെ മനസ്സിൽ ആ ചാണകവും വർഗീയതൊക്കെ പോയിട്ട് പക്കാ മനുഷ്യനായിട്ട്, നല്ലൊരു മനുഷ്യനായിട്ട് മൂപ്പർ തിരിച്ചു വന്നിട്ടുണ്ട്. സംഖ്യക്കെതിരെയും സംഖ്യയുടെ വർഗീയതക്കെതിരെയൊക്കെ ചങ്ങായി നല്ലോണം ശക്തമായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലുള്ള സംഖ്യയിൽ നിന്നും മനുഷ്യനിലേക്ക് തിരിച്ചു വരുന്ന ഇതുപോലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമുക്കെന്താ, നമ്മൾ ഈ പഴയ തോക്ക് സ്വാമി ഭദ്രാനന്ദി ഉണ്ടല്ലോ, സംഖ്യക്കെതിരെ ആഞ്ഞടിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? പച്ച വർഗീയത, ക്രൈസ്തവർക്കെതിരെ പച്ച വർഗീയത പറഞ്ഞ നമ്മളെ വിശകലക്കും സംഖ്യക്കെതിരെ മൂപ്പറുണ്ടല്ലോ നല്ലോണം സംസാരിച്ചിട്ടുണ്ട്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ? ക്രിസ്ത്യാനികളെ പറ്റി വർഗീയത പറയുമ്പോൾ ആദ്യം എടുത്ത് കയ്യിൽ പിടിക്കുന്ന മൊബൈൽ ആരുണ്ടാക്കിയതാണ്? പാച്ചനും ശങ്കരനും വല്ലതും ആണോ? ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൊബൈൽ ഫോൺ, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ആപ്പ്, ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ മൈക്ക് അല്ലേ? ഇതെല്ലാം എടുത്തു വെച്ച് പിടിച്ചിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ ഷഡ്ഡി ഇട്ടിരുന്നിട്ടാണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്കെതിരെ സംസാരിക്കുന്നത്. ഉളുപ്പുണ്ടോ? സിമ്പിളായിട്ട് ചോദിച്ചാൽ ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടോ? ഇതിനകത്ത് വല്ല കോമൺ സെൻസ് ഉണ്ടോ? ഇനി ഒരാശുപത്രിയിൽ ഒരു പ്രശ്നം വന്നാൽ, പെട്ടെന്നൊരു അപകടം പറ്റിയാൽ, ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ വണ്ടിയിൽ, കേരളത്തിൽ ഓടുന്ന വണ്ടികളും ഇന്ത്യയിൽ ഓടുന്ന വണ്ടികളൊക്കെ കണ്ടുപിടിച്ചത് അങ്ങ് ജർമ്മനിയിലും മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലും തന്നെയാണല്ലോ. ക്രിസ്ത്യാനികളുടെ തലയാണല്ലോ ഈ വണ്ടി. നമുക്ക് ഉണ്ടായിരുന്നു കാളവണ്ടി അല്ലേ? അപ്പം നമ്മൾ മറന്നു പോകരുത്. അപ്പം ഈ ക്രിസ്ത്യൻ വർഗീയത പറയുമ്പോൾ അവരുടെ സാധനങ്ങളും കൂടെ ഉപയോഗിക്കുകയാണെന്ന് മറന്നു പോകരുത്. അപ്പം ഈ ക്രിസ്ത്യൻ വണ്ടിയിൽ കയറി ആശുപത്രിയിൽ ചെന്ന് ഈ ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയ നീഡിലെടുത്ത് മൂട്ടിൽ ഇഞ്ചക്ഷനും വെച്ച്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ തരുന്ന മരുന്നും കഴിച്ച്, ഈ പനി വന്നാൽ പോലും കഴിക്കുന്ന പാരസിറ്റാമോള് ആരാ ഉണ്ടാക്കിയത്? ഇവിടുത്തെ വർഗീയ ചാണക പ്രസ്ഥാനങ്ങൾ വല്ലതുമാണോ ഉണ്ടാക്കിയത്? അതും ക്രിസ്ത്യാനികൾ തന്നെയല്ലേ? അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ കുറ്റം പറയുമ്പോൾ നമ്മൾ എല്ലാം ഉപേക്ഷിക്കണം. നമ്മളിടുന്ന ഷഡ്ഡി പോലും അവരുടെ ഡിസൈനാണ്. അടിച്ചു നോക്കണം. നമുക്ക് പണ്ടുണ്ടായിരുന്നത് കോണകമാണ്. കോണകം ഇട്ടിട്ടല്ലല്ലോ ഈ വർഗീയ വിദ്വാൻമാരൊക്കെ ഈ പ്രസംഗിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ഗുരുവായൂർ എടുക്കൂ, ശബരിമല എടുക്കൂ. അയ്യപ്പനെയും ഗുരുവായൂരപ്പനെയൊക്കെ ഉണർത്താനും ഉറക്കാനും ഊട്ടാനും എല്ലാം ഉപയോഗിക്കുന്നത് യേശുദാസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച്, എന്നാൽ അദ്ദേഹം സനാതന ധർമ്മം ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഏറ്റവും നല്ല ഒരു, ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് പോലും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ സാധന ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു ക്രിസ്ത്യൻ രൂപത്തിൽ നിന്ന്, ആ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ആ ഗാനം കേട്ടിട്ടാണ് ദേവനെ പോലും ഈ പരിചരിക്കുന്നത് അല്ലേ? ആണോ? എന്നാൽ ആ യേശുദാസിന്റെ ശരീരം ഈ ഇവിടുത്തെ വർഗീയ വിദ്വാൻമാർക്ക് വർഗീയമാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, യേശുദാസിനെ ഗുരുവായൂർ കയറ്റണം. കാരണം അതുപോലുള്ള സാധകർ അതിനകത്ത് കയറണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ, ആ ഹിന്ദുക്കൾക്ക് പ്രവേശനമല്ല, എന്നാൽ ജന്തുക്കൾക്കൊക്കെ അതിനകത്ത് പ്രവേശിക്കാം. ഹിന്ദു നാമധാരിയായത് എഴുതി സനാതന ധർമ്മത്തിന്റെ ഭാഗമാകുമോ? ധർമ്മം പാലിക്കുന്ന എത്ര പേരുണ്ട്? ഇനി നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഈ കേരളമല്ല ഉചിതമായ സ്ഥലം. ഒരു കാര്യം ഈ വർഗീയവാദികൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് വർഗീയത നടത്താൻ ഉചിതമായ ഇടം ഈ കേരളമല്ല. ഇവിടെ ബഹുസ്വരത നിലനിൽക്കുന്ന ഒരു നാടാണ്. ഈ ആത്മീയതയുടെ അങ്കനവാടി കിടന്ന് കൈകാലിട്ടടിക്കുന്ന ഈ കൃമികൾ ആദ്യം മനസ്സിലാക്കണം. ഇനി ഈ ആത്മീയത എന്താണെന്ന് ഈ ഊളകൾക്ക് എന്തെങ്കിലും അറിയോ? ഈ ഒരു കലയെ പോലും വിമർശിക്കുന്നു. കല ആത്മീയവുമായി ബന്ധപ്പെട്ടതാണ്. ഈ കലയിൽ വർഗീയത കാണുന്നവരെ കണ്ടാൽ കുളിക്കണം. നിങ്ങൾ ഈ ഹിന്ദു സംസ്കാരത്തെ മതമാക്കി ഇതിലൊരു വർഗീയത കൽപ്പിച്ച് കൊണ്ടുപോകുന്നത് നിങ്ങളുടെ പൊളിറ്റിക്സ് കളിക്കാനാണ്. ആ പൊളിറ്റിക്സിനെ കേരളത്തിലെന്നല്ല ഈ രാജ്യത്ത് വെച്ച് ഉറപ്പിക്കില്ല. ഈ സംസ്കാരം വേറെ, നിങ്ങളുടെ സംസ്കാരം വേറെ. അതുപോലെ ഇപ്പൊ ഈ ക്രിസ്ത്യാനികളിൽ ഇപ്പൊ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അമ്മയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ ആമേൻ. ഇതിലെവിടെയാണ് വർഗീയതയുള്ളത്? ഇനി അടുത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിൽ പോലെ ഭൂമിയിലും ആകണമേ, അന്നുകൊണ്ട് ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ തെറ്റുകളും കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, എന്തുകൊണ്ടെന്നാൽ ഭൂമി രാജ്യം ശക്തി മഹത്വം എന്നേക്കും അങ്ങയുടേതാവുന്നു എന്ന് പറയുന്നതിൽ എവിടെയാണ് വർഗീയതയുള്ളത്? അപ്പോൾ നിങ്ങളുടെ മനസ്സ് വിശാലമല്ല, നിങ്ങളുടെ മനസ്സ് വളരെ നാരോ മൈൻഡഡ് ആണ്. വിശാലമായ മനസ്സിലേക്ക് എത്തൂ. അവിടെയാണ് ആത്മീയതയുടെ അനുഭൂതി അറിയാൻ പറ്റുക. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്ത് വാ കൊണ്ടിഞ്ഞ് പറഞ്ഞ് ജയിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
നിങ്ങൾക്കൊക്കെ തരാനുള്ള മരുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ കേരളത്തിലല്ല, ഞാൻ കേരളം വിട്ടുപോയി. ഞാനിവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ കൊഴുപ്പ് അവിടെ കാണിക്കില്ലായിരുന്നു. എന്തായിരുന്നാലും കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിലെ ജനത മനസ്സിലാക്കേണ്ടത് വിവേകാനന്ദ സ്വാമി പറഞ്ഞ പോലെ കേരളം ഒരു ഭ്രാന്താലയമാണ്. അവിടെ പ്രോപ്പറായിട്ട് മനുഷ്യനെ മനുഷ്യനായി കാണാനും ധർമ്മം എന്താണെന്ന് പഠിപ്പിക്കാനും ആത്മീയതയിലെ സയൻസ് എന്താണെന്നും അതിനകത്തുള്ള സൂക്ഷ്മ ശരീരത്തെ പറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ ചക്രാസിനെയും ഓറയിനെ പറ്റിയും നമ്മൾക്കുള്ള ആനന്ദം എങ്ങനെ ഉണ്ടാക്കാമെന്നും നമ്മൾക്ക് എങ്ങനെ ആരോഗ്യം നിലനിർത്താമെന്നും നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രോസസ്സോ ഒരു സ്റ്റഡീസോ കേരളത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ യങ് ജനറേഷനോട് ഞാൻ പറയാണ്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് പാട്ട് പാടാം, നിങ്ങൾക്ക് ഡാൻസ് കളിക്കാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നത് നിങ്ങൾ ചെയ്യുക. പക്ഷെ നിങ്ങൾ സന്തോഷം ഉണ്ടാക്കുമ്പോൾ അത് മറ്റൊരാൾക്കത് ദുഃഖമുണ്ടാവരുത്. നിയമപരമായി ധാർമ്മികമായി നിങ്ങൾ എൻജോയ് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതാണ്. ജയ് ഹിന്ദ്. ഒരുപാട് നന്ദിയുണ്ട് തോക്കുസ്വാമി, ഒരുപാട് നന്ദിയുണ്ട്. പണ്ട് നിങ്ങളുണ്ടല്ലോ ഒരുപാട് ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ നിങ്ങളെ കുറ്റം പറഞ്ഞത് നിങ്ങളുണ്ടല്ലോ പക്കാ സംഖ്യയായിട്ട് സംഖ്യകളെ സുഖിപ്പിച്ചിട്ടും വർഗീയത പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഇപ്പോഴ് നിങ്ങൾ നന്മയിലേക്ക് തിരിച്ചു വന്നുകൂടി നിങ്ങളെ പൂർണ്ണമായി ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ സംഖ്യകൾ പക്കാ വർഗീയവാദികളാണെന്ന്. അതുകൊണ്ട് എന്നെ പോലുള്ള എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് എന്റെ തോക്കുസ്വാമി നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ സ്വാമി ചോദിച്ചില്ലേ ചാണകങ്ങളോട് നിങ്ങൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന്? ചാണക സംഖ്യകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്വാമി. എന്താണെന്ന് അറിയോ? ചാണകം കഴിച്ചു കഴിഞ്ഞാൽ രോഗം മാറുമെന്ന്, ക്യാൻസർ പോലും മാറുമെന്ന് ചാണകങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ കണ്ടുപിടുത്തമുള്ള വിദേശ മാധ്യമങ്ങൾ എടുത്തിട്ട് നാണം കെടുത്തുകയാണ്, നമ്മളെ നാടിനെ നാണം കെടുത്തുകയാണ്. ചാണക ശരീരത്തിൽ പുരട്ടി നിന്നാൽ കൊറോണ മാറുന്നവരെ ഈ ചാണക സംഖ്യകൾ അടിച്ചിറക്കിയിട്ടില്ലേ? അതാരാണ്? വെറും ചാണക സംഖ്യകളല്ല, മന്ത്രിമാർ, ചാണക മന്ത്രിമാർ പോലും അത് അടിച്ചിറക്കിയിട്ടില്ലേ? പിന്നെ വേറൊരു കണ്ടുപിടുത്തം, ലോകത്താദ്യമായിട്ട് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് പറഞ്ഞില്ലേ? അതായത് പുഷ്പക വിമാനം, പുരാണങ്ങളിൽ പറയുന്ന പുഷ്പക വിമാനം കണ്ടുപിടിച്ചത് നമ്മളാണെന്ന് പറഞ്ഞ് നമ്മളെ രാജ്യത്ത് ഇവന്മാർ നാറ്റിച്ചിട്ടില്ലേ? അത് മാത്രമാണ് നമുക്ക് വേണ്ടി നമ്മൾ ചാണക സംഖ്യകൾ കണ്ടുപിടിച്ചത്. പ്ലാസ്റ്റിക് സർജറി, ലോകത്താദ്യമായി പ്ലാസ്റ്റിക് സർജറി കണ്ടുപിടിച്ചതും നമ്മളാണെന്ന് പറഞ്ഞ് നമ്മളെ ഇവന്മാർ നാറ്റിച്ചിട്ടില്ലേ? അതായത് പുരാണങ്ങളിൽ പറഞ്ഞ ഗണപതിയുടെ തലമാറ്റുവെക്കല് അതായിരുന്നു ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി നോക്കി നമ്മളെ എത്രമാത്രം ഇവന്മാർ നാറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണിയാൽ തീരാത്ത നമ്മൾ എത്രമാത്രം നാറ്റിച്ച് എത്ര കണ്ടുപിടുത്തങ്ങൾ ഈ ചാണക സംഖ്യകൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളുടെ അട്ടിപ്പറ അവകാശം ഏറ്റെടുത്ത് നടക്കുന്ന കുറെ ചാണക സംഖ്യയുണ്ട്. ആ സംഖ്യക്കെല്ലാം മറുപടിയാണ് ഈ സ്വാമി, നമ്മളെ തോക്ക് സ്വാമി ഇന്ന് തന്നിട്ടുള്ളത്. രാവിലെ തൊട്ട് കണ്ണ് തുറന്ന രാവിലെ തൊട്ട് കണ്ണടക്കുന്ന രാത്രി വരെ പച്ച വർഗീയത മുസ്ലിങ്ങൾക്കെതിരെയും ക്രൈസ്തവർക്കെതിരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ സംഖ്യകളും ഈ വീഡിയോ കാണണം. നിങ്ങളൊക്കെ കുരുവൊട്ടണം. അങ്ങനെ കുരുവൊട്ടി കഴിഞ്ഞിട്ടെങ്കിലും നിങ്ങളെ മനസ്സെന്ന പച്ച വർഗീയത ഉണ്ടല്ല, അതൊക്കെ പോകുമെന്ന് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നിങ്ങളൊക്കെ സംഖ്യകളൊക്കെ ഒരു മനുഷ്യനായി മാറുമെന്ന് നമുക്കൊന്ന് നോക്കാലോ. നടക്കുന്ന കാര്യമല്ല, എന്നാലും നമുക്കങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാലോ. നമ്മളെ സലിംകുമാർ പറഞ്ഞ പോലെ അഥവാ ബിരിയാണി കൊടുത്താലോ, അഥവാ സംഖ്യകൾ നന്നായി പോയാലോ. അപ്പൊ സംഖ്യകൾക്ക് വയറ് നിറയെ കൊടുത്ത് കണ്ടം വഴി ഓടിച്ച നമ്മളെ ഭദ്രാനന്ദ സ്വാമിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.